നമ്മൾ പൊളിറ്റിക്സിലേക്ക് കൂടി വന്നാലേ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വടകര ഈ പ്രദേശത്തുണ്ട്. അവിടെ ഇവിടുത്തെ രണ്ട് ചർച്ചാ വിഷയം, ഒന്ന് സിറ്റിംഗ് എം പി എന്ന നിലയിൽ മുരളീധരനെതിരെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമില്ല. എന്നാൽ അതേസമയം ശൈലജ ടീച്ചർ വന്നതോടുകൂടി മത്സരം ശക്തമാകുമെന്നൊരു പൊതു അഭിപ്രായവുമുണ്ട്. പക്ഷെ മുരളീധരൻ തന്നെ മണ്ഡലത്തിൽ സജീവമായിട്ടില്ല. അപ്പോൾ തുടക്കം ഈ 3-4 ദിവസത്തിനുള്ളിൽ ടീച്ചർ മനസ്സിലാവുന്നുണ്ട്. എനിക്കത് വടകരയുടെ മനസ്സ് എനിക്ക് അനുകൂലമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് വടകര ഒരു പുതിയ സ്ഥലമല്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഏറ്റവും കൂടുതൽ നേരത്തെ തന്നെ പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ മേഖലയിലുള്ള വടകരയും ഒഞ്ചിയവും അതുപോലെ നാദാപുരവും കൊയിലാണ്ടിയും ഒക്കെ തന്നെ. എല്ലായിടത്തും ഞങ്ങൾ പോകാറുണ്ട്. പക്ഷേ ഈ മേഖലയിൽ നേരത്തെ തന്നെ ഒരുപക്ഷെ ഞാൻ MLA ഒക്കെ ആകുന്നതിന് മുമ്പ് പോലും ഈ പ്രദേശത്ത് സഖാക്കൾ വിളിക്കുമ്പോൾ KP ഒക്കെ ഉണ്ടവരൊക്കെ നേരത്തെ തന്നെ വിളിക്കുമായിരുന്നു. ഞാൻ പരിപാടിക്കൊക്കെ വരും. അപ്പം നല്ല പരിചിതമായ മേഖലയാണ് ഒന്ന്. രണ്ടാമത് ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഈ മേഖലയിലുള്ള ഒരുപാട് PHCകൾ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ തൂണേരിയൊക്കെ പോയിരുന്നു. അപ്പോൾ അതിപ്പോൾ ചെന്ന് നോക്കിയാൽ ആർക്കും മനസ്സിലാവും അതിൻ്റെ 2016 മുമ്പുള്ള സ്ഥിതിയും ഇപ്പോഴ് ആ ഹോസ്പിറ്റലുകൾ എന്തായിരിക്കുന്നു എന്നുള്ളത്. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ജനങ്ങളുണ്ടല്ലോ. അതിൻ്റെ എല്ലാം പരിപാടികൾക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ വന്നിരുന്നു. അവരെല്ലാം ഏറെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ആശുപത്രി ഇങ്ങനെ മാറിയല്ലോ. വൈകുന്നേരം വരെ OP ഒക്കെ ഇട്ടു. ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ PHCയിൽ OP. ഇപ്പോൾ വൈകുന്നേരം വരെ OP ഉണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നതാണ്. വടകര ജില്ലാ ആശുപത്രി അതിൻ്റെ പൂർത്തിയായിട്ടില്ല. മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കി ഒരു ഭാഗം അതിൻ്റെ പ്രവൃത്തി നടന്നു കഴിഞ്ഞു. എന്നാൽ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള നിർമ്മാണം നടക്കുകയാണ്. അതായത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തിൽ മന്ത്രി സജീവമായിരുന്നു ശൈലജ ടീച്ചർ. തീർച്ചയായും. ഞാനിപ്പോൾ പേരാമ്പ്രയിൽ പോകുമ്പോഴും അവിടെ സാധാരണ എനിക്കൊന്നും മിക്കവാറും എല്ലാ വീടുകളുടെ പരിസരത്തൂടെയും ടീച്ചർ കടന്നു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാര്യം പേരാമ്പ്രയിൽ നിപ്പ വരുന്ന സമയത്ത് അല്ലേ, ആ സമയത്ത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇൻസ്പെക്ഷൻ നടക്കുന്ന ഘട്ടത്തിലൊക്കെ ടീച്ചർ പേരാമ്പ്ര മണ്ഡലത്തിൽ തന്നെ സജീവമായിരുന്നു. പേരാമ്പ്രയിലും വടകരയിലും ഒക്കെ സജീവമായിരുന്നു. അപ്പോൾ അങ്ങനെ വെൽ കണക്റ്റഡ് ആണ് ജനങ്ങളുമായിട്ട്. തീർച്ചയായും. പക്ഷെ അപ്പോഴും രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. അവർ പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം മോദിയെ ചെറുക്കാൻ കോൺഗ്രസിന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. അപ്പോൾ അതിന് നിങ്ങൾ മുരളീധരന് വോട്ട് കൊടുത്താലല്ലേ പറ്റൂ. ടീച്ചറോടുള്ള വിരോധം ഉള്ളതുകൊണ്ടല്ല, ഒരു രാഷ്ട്രീയമായൊരു സാഹചര്യം ദേശീയ തലത്തിലുണ്ട് എന്നുള്ളതാണ്. അതിനെ എങ്ങനെ ടീച്ചർ മറിയില്ല? അത് കഴിഞ്ഞ തവണ അവർ ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു. കോൺഗ്രസ് രാജ്യത്താകെ തകർന്നു പോയതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തകർന്നു പോയി എന്നുള്ളത് വസ്തുതയാണ്. തകരാൻ കാരണം കോൺഗ്രസിന്റെ സമീപനമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ശക്തമായ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളേണ്ട കക്ഷിയാണ് കോൺഗ്രസ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒക്കെ കാലത്ത് സ്വീകരിച്ച സമീപനമല്ല തുടർന്ന് വന്ന കോൺഗ്രസ് സ്വീകരിച്ചത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അതല്ല സ്വീകരിക്കുന്നത്. അവർ ഈ മതേതരത്വത്തിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ഒരുതരം അഴകുഴമ്പൻ നയം സ്വീകരിക്കുകയാണ്. എല്ലാവരെയും പ്രീണിപ്പെടുത്താൻ കഴിയുമോ എന്നൊരു പരിശോധന അവർ നടത്തുന്നു. അപ്പോൾ ശക്തമായ മതേതരത്വത്തിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ സംസാരിക്കുന്നത് ഇടതുപക്ഷമാണ്. അതുപോലെ ജനാധിപത്യ പാർട്ടികളുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ BJPക്ക് ബദലായിട്ട് അധികാരത്തിൽ വരും, രാഷ്ട്രപതി ഗവൺമെൻറ് രൂപീകരിക്കാൻ ഒറ്റക്കക്ഷിയായിട്ടുള്ള ആളുകളെ ക്ഷണിക്കുമ്പം അത് കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് വരിക എന്നൊക്കെയാണ്. രാഹുൽ ഗാന്ധി അവിടെ വയനാട്ടിൽ മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അവർ പ്രതീക്ഷിച്ചത് കോൺഗ്രസിന് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയും. പക്ഷെ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു കോൺഗ്രസ് എവിടെ നിന്നാണ് വരേണ്ടത്. മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ സ്ഥിതി ശോചനീയമാണ്. മാത്രമല്ല കോൺഗ്രസിൻ ജയിപ്പിച്ചു വിട്ട MP-മാർ, ജനങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട MP-മാർ ഒരു മടിയുമില്ലാതെ BJP ചേരുകയാണ്. നമ്മൾ കണ്ടു എത്രയോ നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ അങ്ങനെ മാറി. ഈ സ്ഥാനാർത്ഥി പട്ടികയിലും 3 പേരുണ്ട് UDFന്റെ പ്രതിനിധികൾ എന്ന് പറയാം. അതെ അതെ. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിക്കാനിരിക്കുന്ന ഘട്ടത്തിൽ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയത് അവരെ വിശ്വസിച്ചിട്ടല്ലേ. പക്ഷേ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസിന് കഴിയും. അപ്പോൾ അതാണ് ടീച്ചർ ഉയർത്തുന്ന ഒരു പ്രതിവാദം എന്ന് പറയുന്നത്. ഞാൻ അത് മാത്രമല്ല പറയുന്നത്, വിവിധ കക്ഷികൾ ചേർന്നിട്ടുള്ള ഇന്ത്യ മുന്നണി, ആ ഇന്ത്യ മുന്നണിക്ക് കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ഞങ്ങൾ കേരളത്തിലെ LDF എന്ന് പറയുന്നത് രാജ്യത്താകെയുള്ള ഒരു പ്രസ്ഥാനമൊന്നും അല്ലെങ്കിലും ഞങ്ങൾക്ക് നിർണായകമായ പങ്ക് അതിൻ്റെ എല്ലാം ആലോചനയിൽ ഇപ്പോൾ തന്നെ വഹിക്കാൻ കഴിയുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് 20 പേരെ കഴിഞ്ഞ തവണ ചിന്തിച്ചതുപോലെ ജനങ്ങൾ ചിന്തിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. കേരളത്തിൽ നിന്ന് പറഞ്ഞയക്കുന്ന 20 പേർ LDFന്റെ പ്രതിനിധികളാകുമ്പോൾ എല്ലാവർക്കും ഉറപ്പിക്കാം അവിടെ ഇന്ത്യ മുന്നണിയിൽ BJP വിരുദ്ധ ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ ഏറ്റവും ശക്തമായി ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ ഉറച്ചു നിൽക്കുക
LDF വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചാഞ്ചാട്ടമില്ലാത്തൊരു കാര്യം കൂടി നമുക്ക് വട ഇഡ്ഡലി ഞാൻ ചാഞ്ചാടി തുടങ്ങി.